കൊടുക്കാൻ, അവിടുത്തെ ഖമീസ് എടുത്തു കൊടുക്കാൻ, മുടി ചീകി കൊടുക്കാൻ, നബിതങ്ങൾക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരാൾ നബിതങ്ങളോടൊപ്പം എപ്പോഴും സഹവസിച്ചിരുന്നു, ഒരു ഖാദിം. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തതസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ, മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം നബിതങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നി റജുലുൻ ഫഖീറുൻ ലാ ശൈഅ ലി വഅൻഖതിഉ അൻ ഖിദ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലരെ, ഞാനൊരു പാവപ്പെട്ടയാളാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, സ്വർണ്ണ നാണകമില്ല, വെള്ളി നാണകമില്ല, ഞാൻ പാവപ്പെട്ടയാളാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല നബിയേ. മാത്രമല്ല ഞാൻ നിക്കാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടത്തേക്ക് വെള്ളമെടുത്തു നൽകാൻ രാത്രികാലങ്ങളിൽ പകലുകളിൽ വീട്ടിൽ പോകാതെ ഉറക്കമിളച്ച് അങ്ങയുടെ അടുക്കൽ തന്നെ ഉറങ്ങി അങ്ങേക്ക് സേവന പ്രവർത്തനങ്ങളിൽ ഞാൻ ബന്ധനായകവനാണല്ലോ, നിരതനാണല്ലോ. ഞാൻ വിവാഹിക ജീവിതത്തിലേക്ക് പോയാൽ എനിക്കതിന് സാധിക്കില്ലല്ലോ നബിയെ, അതുകൊണ്ടത് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് അദ്ദേഹം നബി തങ്ങളോട് പ്രതികരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, അലാ തതസവ്വജ്, നീ കല്യാണം കഴിക്കുന്നില്ലേ, നിനക്ക് നിക്കാഹ് വേണ്ടേ? അപ്പോഴും അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഇന്നി റജുലുൻ ഫഖീർ, നബിയേ ഞാനൊരു പാവപ്പെട്ടയാളാണ്, ലാ ശൈഅ ലീ, എൻ്റെ കയ്യിലൊന്നുമില്ല നബിയേ. മാത്രമല്ല വഅൻഖതിഉ അൻ ഖിദ്മതിക, ഞാൻ കല്യാണം കഴിച്ചാൽ അങ്ങേക്ക് പിന്നെ എങ്ങനെയാണ് എനിക്ക് സേവനം ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് നബിയേ നിക്കാഹ് ബന്ധത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് രണ്ടാമതും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തൊരു മണ്ടനാണ്, അല്ലാഹുവിന്റെ റസൂലിന് എന്നെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ പാവപ്പെട്ടവനാണെന്ന് അറിയാമല്ലോ, എൻ്റെ കയ്യിൽ പൈസയില്ല, സ്വർണമില്ല, വെള്ളിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് ശരിക്കും അറിയുന്നവരല്ലേ. എന്നിട്ടല്ലേ നബിതങ്ങൾ എന്നോട് നിക്കാഹ് കഴിക്കാൻ പറഞ്ഞത്? അങ്ങനെ നബിതങ്ങൾ പറഞ്ഞിരിക്കെ നബിതങ്ങളോട് എൻ്റെ പ്രതികരണം ശരിയായില്ല. നബിതങ്ങളോട് ഞാൻ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, എനിക്ക് അപരാധം പറ്റി, എനിക്ക് പിഴവ് സംഭവിച്ചു. അല്ലാഹുവിന്റെ റസൂല് എനിക്കൊരു വട്ടം കൂടെ എന്നോട് പറഞ്ഞാൽ ഈ നിലക്ക് ഞാൻ ഇനി പ്രതികരിക്കുകയില്ല എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരിക്കെ മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലാ തതസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ, നീ നിക്കാഹ് കഴിക്കുന്നില്ലേടാ? അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമത് ചോദിച്ചപ്പോ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, തസവ്വജിനി സവ്വിജിനി യാ റസൂലല്ലാഹ്, സവ്വിജിനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലരെ, എനിക്ക് നിക്കാഹ് ആലോചിക്കണം നബിയേ. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്ക് നിക്കാഹ് ആലോചിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നാനിന്ന ഗോത്രത്തിലേക്ക്, ഇന്നാനിന്ന ബനീ ഫുലാനിന്റെ അടുക്കലേക്ക് നീ കടന്നു ചെല്ലുക, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ നിനക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഞാൻ ആവശ്യപ്പെട്ടതാകി നീ പറയുക. അപ്പോൾ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അവർ കൊടുക്കുവാനുള്ള വസ്ത്രമില്ല, അവർക്കൊന്നുമില്ലാത്തവരാണ്. വിശുദ്ധമായ റമളാൻ കടന്നു വരാൻ പോകുന്നു സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ നിലകൊള്ളുന്നവരാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിൽഖിയാമി വസ്സിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ പരിശുദ്ധമായ റമളാനിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് നോമ്പ് പിടിക്കുന്ന നേരത്ത് അവർക്ക് നോമ്പ് തുറക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം ചില ഈത്തപ്പട കുരുക്കളെ കൊണ്ട്, ഈത്തപ്പടത്തെ കൊണ്ട് ചിലപ്പോൾ ഈത്തപ്പടവും ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെ കുരു വെറുതെ പാറ്റി കളയുന്നവരല്ലേ, പള്ളയിൽ കളയുന്നവരല്ലേ, വെറുതെ കളയുന്നവരല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഈത്തപ്പഴത്തിന്റെ കുരുക്കളെ വെറുതെ കളയുന്നവരല്ല, അതിനെയെല്ലാം അവർ പെറുക്കി വെക്കുന്നവരാണ്. അവർക്ക് കഴിക്കാനൊന്നുമില്ല. ഈത്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരുവിനെ അവർ കളകാറില്ല. ഇടകത്താടത്തിന്റെ സമയമാകുമ്പോ അവർക്ക് ആഹരിക്കുവാനൊന്നും ലഭിക്കാതെ വന്നാൽ ഈത്തപ്പഴത്തിന്റെ കുരുക്കൾ അവർ വായിലിട്ട് ചപ്പുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചവർപ്പ് ലഭിക്കും, അതിൻ്റെ ഒരു രുചി ഉണ്ടാകും. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട്, ഒരു കോപ്പ വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരായി, നോമ്പ് തുറന്നവരായി, പട്ടിണി കിടക്കുന്നവരായി, രാത്രി പകല് മാത്രമല്ല രാത്രികാലങ്ങളിലും ഒരു പക്ഷേ നോമ്പുകാരെ പോലെ ജീവിച്ചവരായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്. അങ്ങനെയുള്ള സ്വഹാബാക്കളുടെ പ്രതിനിധിയാണ് ആ സഹോദരൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
നിക്കാഹ് കഴിക്കണമെന്നങ്ങ് പറയുന്നു. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മഹർ നൽകാനൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാണ് യാ റസൂലല്ലാ എന്ന് ആ സഹോദരൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് സങ്കടം പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ സഹോദരന് നിക്കാഹ് കഴിക്കാൻ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ അളവിനുള്ള വസ്നിനവാത്ത് അഥവാ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ അളവിനുള്ള സ്വർണം നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളുടെ ഒരാളുടെ കയ്യിലുണ്ടാവില്ല, നിങ്ങളിൽ ഒരാളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നിങ്ങളെല്ലാവരും കൂടി ഒരു ഈത്തപ്പഴക്കുരുവിന്റെ അളവിൽ സ്വർണം ആ പാവപ്പെട്ടവന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചക പ്രവർത്തന്മാരുടെ മഹത്തരമായ സുന്നത്ത് നിക്കാഹ് ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അതെടുക്കാൻ നിങ്ങൾ സൗകര്യം ചെയ്യണമെന്ന് ഷഫീഉനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സുന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് സുന്നത്താണ്. ഭാര്യയോടൊപ്പം രമിക്കാനും കൂടാനും പറയാനും ചേരാനും ആനന്ദിക്കുവാനുമുള്ള ഒരു ഏർപ്പാടെന്ന നിലക്ക് മാത്രം ഇതിനെ മനസ്സിലാക്കണ്ട. മക്കളുണ്ടാകാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് മാത്രം ഇതിനെ മനസ്സിലാക്കണ്ട. അതിനേക്കാൾ 1000 മടങ്ങപ്പുറം ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി വര്യർ മുആദ് ബിൻ ജബൽ തങ്ങൾ അവറുകൾ കിടക്കുകയാണ്. മുആദ് ബിൻ ജബൽ തങ്ങൾ ഇസ്ലാമിക ലോകത്തിന്റെ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ മുആദ് ബിൻ ജബൽ തങ്ങൾ ബഹുമാനപ്പെട്ടവർ കിടക്കുകയാണ്. വെറുതെ കിടക്കണതല്ല, AC ഇട്ട് കിടക്കണതല്ല, സുഖിക്കാൻ വേണ്ടി കിടക്കുന്നതല്ല. ബഹുമാനപ്പെട്ടവരുടെ ശരീരമാസകലം പ്ലേഗ് രോഗം ബാധിച്ചിരിക്കുന്നു. പ്ലേഗ് രോഗം പിടിച്ചാൽ ആൾ മരിക്കും. രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സാധ്യതയാണ്. അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്ലേഗ് രോഗം ബാധിച്ചിരിക്കുന്നു. അവിടത്തെ ശരീരമാസകലം ക്ഷീണിച്ചവശനായി മരണപത്രത്തിലേക്ക് പോകാൻ മരണശയ്യയിൽ മുആദ് ബിൻ ജബൽ തങ്ങൾ കിടക്കുന്നു. മുആദ് ബിൻ ജബൽ തങ്ങൾ അവർക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നല്ല, 2 ഭാര്യമാർ. 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ആൾ രോഗം പിടിച്ചു മരിച്ചു. രണ്ടാമത്തെ ആളും രോഗം പിടിച്ചു മരിച്ചു. 2 പേർക്കും പ്ലേഗ് രോഗം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്ലേഗ് രോഗം ബാധിച്ചു. അവിടുന്ന് മരിക്കാൻ കിടക്കുന്നു. ആ വേളയിൽ ബഹുമാനപ്പെട്ടവരുടെ കൂട്ടുകാർ പരിസരത്ത് നിൽക്കുമ്പോ മുആദ് ബിൻ ജബൽ തങ്ങൾ അവറുകൾ രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. അവിടുത്തെ ശരീരത്തിൽ മാരകമായ പ്ലേഗ് രോഗം പിടിപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ 2 പേരുണ്ടായിരുന്നു. 2 പേരും പ്ലേഗ് രോഗം പിടിച്ചു മരിച്ചുപോയി. അവിടുന്ന് രോഗക്കിടക്കയിൽ കിടക്കുമ്പോ പരിസരത്ത് നിൽക്കുന്ന സഹപ്രവർത്തകരോട് കൂട്ടുകാരോട് അവിടുന്ന് പറയുന്നു, സവ്വിജൂനി 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 സവ്വിജൂനി. എന്താണ് അദ്ദേഹം പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് എന്നറിയുവാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കാതുകൂർപ്പിക്കുമ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്? സവ്വിജൂനി 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 സവ്വിജൂനി. നിങ്ങൾ എനിക്ക് കല്യാണം ആലോചിക്കണം, നിങ്ങൾ എനിക്ക് കല്യാണം ആലോചിക്കണം, നിങ്ങൾ എനിക്ക് പുതുപ്പെണ്ണിനെ കണ്ടെത്തണം, എനിക്കൊരു നിക്കാഹ് ബന്ധം വേണം. മരിക്കാൻ കിടക്കുകയാണ്. എൻ്റെ ഉപ്പ പറഞ്ഞാലോ, നിങ്ങളുടെ ഉപ്പ പറഞ്ഞാലോ, വൃദ്ധനാകെ നിങ്ങളുടെ വല്ലിപ്പ പറഞ്ഞാലോ, മരിക്കാൻ കിടക്കുന്ന വേളയിൽ നമ്മുടെ ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചിട്ടില്ല, ഉപ്പാക്ക് 80 വയസ്സ് പ്രായമായി, രോഗക്കിടക്കയിൽ കിടക്കുകയാണ്, മരണാസന്നനായി കിടക്കുകയാണ്. അന്നേരം 50 വയസ്സുകാരനാകെ മകനോട് 80 വയസ്സുകാരനാകെ പിതാവ് പറയുന്നു, മോനെ എനിക്കൊരു കല്യാണം ആലോചിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന ഉപ്പയുടെ തലക്ക് ചരവാത്തടികെടുത്ത് നമ്മൾ അടിക്കില്ലേ? ആ ഉപ്പ മരിക്കുന്നതിനപ്പുറം ആ ഉപ്പയുടെ കൊലപാതകം അവിടെ നടന്നു പോകില്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവர்கள் മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നു, സവ്വിജൂനി സവ്വിജൂനി, നിങ്ങൾ എനിക്ക് കല്യാണം ആലോചിക്കണം, എനിക്ക് നിങ്ങളൊരു നിക്കാഹ് ഉണ്ടാക്കണം. ബഹുമാനപ്പെട്ടവരിങ്ങനെ ചോദിക്കുമ്പോ അവിടുത്തെ സഹപ്രവർത്തകർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് പിടിക്കുന്നത്? എന്താണ് ഇത്ര തിരക്ക് പിടിക്കാനുള്ള കാരണം? വീണ്ടും ഒരു കല്യാണം വേണമെന്ന് ഇത്ര ആർത്തിയോടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കപ്പെടുമ്പോ ബഹുമാനപ്പെട്ടവർ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസബാ, ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസബാ. ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ഞാൻ ഉടനെ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാര് മരിച്ചിരിക്കെ, നമ്മുടെ സഹോദരന്മാരിൽ പലരും പ്ലേഗ് രോഗബാധിതരായി മരിച്ചിരിക്കെ, ഞാൻ കല്യാണം കഴിക്കാതെ നിക്കാഹില്ലാതെ മരിച്ചുപോയാൽ
കുടുംബമില്ലാതെ മരിച്ചുപോയാൽ, ഭാര്യയില്ലാതെ മരിച്ചുപോയാൽ, റബ്ബിന്റെ പരിസരത്തേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തില്ലാതെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മഹത്തരമായ സുന്നത്തില്ലാതെ പടച്ചവനെ കണ്ടുമുട്ടാൻ എനിക്ക് നാണമാകുന്നു. ഞാൻ അതിനെ ഒരുപാട് വെറുക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു നിക്കാഹ് ആലോചിക്കണേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, അതാണ് മുആദ് ബിൻ ജബൽ തങ്ങൾ. ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്രം പഠിപ്പിച്ച പ്രധാനപ്പെട്ട 4 പണ്ഡിതന്മാരുണ്ടല്ലോ, ഫുഖഹാക്കൾ, അല്ല ഇമ്മത്തുൽ അർബഅ, കർമ്മശാസ്ത്രം പഠിപ്പിച്ച പ്രധാനപ്പെട്ട 4 പണ്ഡിതന്മാർ. ഒരാൾ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളാണ്, മറ്റൊരാൾ ഇമാമുന ശാഫിഈ തങ്ങളാണ്, മറ്റൊരാൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുമാ അവരുകളാണ്. 4ാമത്തെ ആൾ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവരുകളാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരുകളാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മരിച്ചു. പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ടവർ ഒരു ഇണയെ സ്വീകരിച്ചു. എന്ന് മരിച്ചോ 24 മണിക്കൂർ 24 ഹവേഴ്സ് കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിലോ, പടമുകൾ മുസ്ലിം ജമാഅത്തിലാണെങ്കിലോ, ഭാര്യ മരിച്ചാൽ എത്ര നാൾ കഴിയണം അടുത്ത കല്യാണം കഴിക്കാൻ? എത്ര നാൾ കഴിയണം? 40 കഴിഞ്ഞാൽ കെട്ടാൻ പറ്റുമോ? പറ്റുന്നാണോ നിങ്ങൾ പറയണേ? ആൾക്കാർ മറ്റേ കയറി, അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. പിറ്റേ ദിവസം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അവர்கள் നിക്കാഹ് കഴിച്ചു. പിറ്റേ ദിവസം ഒരു ഭാര്യ മരിച്ചപ്പോഴേ ഒരാളുടെ ഭാര്യ മരിച്ചു. ഉസ്താദുമാര് സാധാരണ പറയാനുള്ള ഒരു കഥയുണ്ട്. ഒരാളുടെ ഭാര്യ മരിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, കഫനൊക്കെ ഓതി, കഫനൊക്കെ കെട്ടി, മയ്യത്ത് കൊണ്ടുവന്നു, പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് മഖ്ബറയിൽ മറമാടി, എല്ലാ സുന്നത്തും എടുത്തു, വല്ലാക്ക വന്ന് തൽക്കീനൊക്കെ ചെല്ലണം. അതൊക്കെ ചെല്ലണ്ടെന്ന് പറഞ്ഞ ആളുകളൊക്കെ അങ്ങൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തൽക്കീൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് മറ്റ് സ്ഥലങ്ങളിലൊന്നുമില്ല. ധാരാളം മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളാകുന്ന അറബ് നാടുകളിലൊന്നും അതില്ലാന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ദുബൈ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട മകൻ റാഷിദ് മക്തൂം മരിച്ചത്. ലോകത്തിലെ 10 സുന്ദരന്മാരിൽ ഒരാൾ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ എണ്ണപ്പെടുന്നയാൾ, വലിയ കുതിര കമ്പക്കാരനാണ്. കുതിര ഓട്ടത്തിൽ എപ്പോഴും മത്സരത്തിൽ വിജയിക്കുന്ന ആളാണ്. നല്ല സുന്ദരനായ, ലോകത്തിലെ 10 സുന്ദരന്മാരിൽ ഒരാളായ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരിൽ കൈവിരലിൽ എണ്ണിയെടുക്കുന്ന ആളുകളിൽപ്പെട്ട റാഷിദ് മക്തൂം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സഹോദരന്മാർ കൊണ്ടുവന്നു, രാജകുടുംബാംഗങ്ങൾ കൊണ്ടുവന്നു, ലൈവായി പല ചാനലുകളിലും കാണിച്ചു, യൂട്യൂബുകളിൽ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മയ്യത്തും കൊണ്ടുവന്നു വച്ചിട്ട് അവിടെ ലഭ്യമായ മൊല്ലാക്ക ആ മയ്യത്തിൻ്റെ പരിസരത്ത് കഅബാരകത്തെ പിൻമുഖമായി ഈ മരണപ്പെട്ട ആളിലേക്ക് മുഖാമുഖം നിന്നുകൊണ്ട് പറയുന്നു, യാ അബ്ദുല്ലാഹി ഇബ്നു അമത്തില്ലാ ഉദ്കുരിൽ അഹ്ദല്ലദീ കുൻത അലൈഹി ഫീ ദാരിദ് ദുനിയാ വഖറജ്ത അലൈഹി ഇലാ ദാരിൽ ആഖിറ. നമ്മളത് കേട്ടതാണ്, എല്ലായിടത്തും ഉണ്ട്. ഇതില്ല, ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് വളരെ ചുരുക്കം. ഇങ്ങനെയും മരണപ്പെട്ടു പോയ സഹോദരിയുടെ, ഈ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറടക്കമൊക്കെ കഴിഞ്ഞു, പള്ളിയിലെ മൊല്ലാക്ക പോയി, ആളുകളെല്ലാം പിരിഞ്ഞിട്ടും ഇയാൾ അവിടെ നിന്ന് പോയിട്ടില്ല. ഈ ഭർത്താവ് പോയിട്ടില്ല. ഭർത്താവ് അവിടെ തന്നെ നിൽക്കുകയാണ്, പോയിട്ടില്ല, അയാൾ അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ദീർഘകാലം ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യമുണ്ട്. ഉദാഹരണത്തിന് അസീസ് ഉസ്താദ് അവர்கள், നമ്മുടെ ഈ പടമുകൾ ജമാഅത്തിലെ എല്ലാ ആളുകളെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ അറിയാൻ പറ്റും. ഒരുപാട് കാലത്തെ ബന്ധാണല്ലോ. ഈ പള്ളിയിൽ സാധാരണ ഈ മുഅദ്ദിനായി വരുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരുപാട് കാലം നിൽക്കാറുണ്ട്, 10-30 കൊല്ലമൊക്കെ നിൽക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ നാട്ടിലുള്ള എല്ലാ ആളുകളെയും കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഇദ്ദേഹം ഈ മൊല്ലാക്കതെല്ലാം കഴിഞ്ഞ് പള്ളിയുടെ ജനാലയിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം ഖബറിൻ്റെ പരിസരത്തൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വിഷറിയുണ്ട്. ഈ വിഷറി കൊണ്ട് ഖബർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്, ഖബറിൽ വിഷറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊല്ലാക്ക അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യയോട് വലിയ സ്നേഹമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നിന്റെ ഭാര്യയോട് നിനക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞു. ഇത് നീ ഖബറിന്റെ പുറത്തങ്ങനെ വിശ്വമിറ്റ വേണ്ട, വീശിയാലും അതിൻ്റെ കാറ്റ് ഉള്ളിലേക്കൊന്നും എത്താൻ പോണില്ല, അത് പുറത്തങ്ങനെ ഇരിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ അത് വീശണ്ട, നീ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടി ഇതാണ്, അത് വേറൊന്നുമല്ല, ഖബറിൻ്റെ ഉള്ളിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടൊന്നും വീശണതല്ല. പക്ഷെ ഇവള് മരിക്കണതിന് മുമ്പ് എൻ്റെ കൈ പിടിച്ചിട്ടൊരു വസിയ്യത്ത് എടുപ്പിച്ചു. എന്താണ് വസിയ്യത്ത്? ഞാൻ മരിച്ചാൽ നിങ്ങൾ കെട്ടൂന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഖബറിലെ മണ്ണ് ഉണങ്ങണതിന് മുമ്പ് നിങ്ങൾ കെട്ടിക്കൂടാ, ഉണങ്ങണതിന് മുമ്പ് നിങ്ങൾ കെട്ടരുത്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങാൻ ഞാൻ വീശണമെന്നേ ഉള്ളൂ, അല്ലാതെ ഖബറിൻ്റെ അകത്തേക്ക് എത്തിയിട്ടല്ല.
അങ്ങനെ ഒരു വസിയത്ത് ഭാര്യ എടുപ്പിച്ചാൽ അത് പാലിക്കാനുള്ള ബാധ്യതയില്ല, അത് വേറെ വിഷയമാണ്. ദീനിന് വിരുദ്ധമായ ഒരു വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് പാലിക്കപ്പെടേണ്ടതല്ലല്ലോ. അത് ഭാര്യയായാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ദീൻ പറഞ്ഞ ക്രമത്തിന് വിരുദ്ധമായ ഒരു വസിയത്താണെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടതില്ല. ഇവിടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവர்கள் അവിടുത്തെ ഇണബന്ധം അവസാനിച്ച് 24 മണിക്കൂറിനുള്ളിൽ മറ്റൊരു ഇണയെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവിടത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ധൃതി, എന്താ ഇത്ര പെട്ടെന്ന് മറ്റൊരാളെ സ്വീകരിക്കുവാനുള്ള കാരണം? ബഹുമാനപ്പെട്ടവരും പറഞ്ഞ മറുപടി ഇതാണ്, ഇന്നി അക്റഹു അൻ അബീത അസബാ. ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ എൻ്റെ ഭാര്യ മരിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഒരു ഭാര്യയില്ലാതെ, ഒരു കുടുംബം ഇല്ലാതെ, ഒരു ഇണബന്ധമില്ലാതെ ഞാനെങ്ങാനും ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ അജയ്യമായ തീരുമാനമായി അസ്രഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് എൻ്റെ ആത്മാവ് പിടിക്കപ്പെട്ടാൽ, ഞാൻ മരിച്ചു പോയാൽ, റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയായാൽ, പടച്ചവന്റെ സുന്നത്ത് വർജിച്ചവനായി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വർജിച്ചവനായി ഞാൻ മാറും. അതെനിക്ക് സമ്മതമല്ല, അതെന്നെ സംബന്ധിച്ചിടത്തോളം സംഗതവുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ മറ്റൊരു ഇണയെ തേടിയത് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. എന്താണ് പറഞ്ഞതിന്റെ സാരം? കുടുംബജീവിതം, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അത് ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, കുടുംബജീവിതം അത് ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല. അത് മക്കളുണ്ടാകാൻ വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല. അതിനപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്തരമായ സുന്നത്താണ്. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത്. ഇവിടെ ചില ആളുകളുണ്ട്, എങ്ങനെയാണ് കുടുംബനാഥനാകേണ്ടവൻ, ആരാണ് കച്ചവടക്കാരൻ, ആരാണ് ഒരു പട്ടാളക്കാരൻ, ആരാണ് ഒരു പോലീസുകാരൻ, ആരാകണം ഒരു നായകൻ എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന അപ്രമാണികളിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് നായികാനായകന്മാരുണ്ട്, ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, ഒരുപാട് സിനിമാ നടിമാരുണ്ട്. ഇവിടെ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് നായികാനായകന്മാരുണ്ട്. അവരാണ് ഇവിടെ മാതൃകാ പുരുഷന്മാർ. അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ചുരുങ്ങിയ നാളുകൾ മാത്രമേ കാലാവധിയുള്ളൂ. വർഷം 1 or 2 കഴിയുമ്പോഴേക്കും അവർ പരസ്പരം ഗുഡ് ബൈ ചൊല്ലിക്കൊണ്ട് പിരിയുകയാണ്. പിരിഞ്ഞിട്ടോ അവർ സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. അവർ കടകളിൽ വന്നിട്ട് നാടമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അവർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്നു. അവർ നാടകങ്ങളിൽ അഭിനയിക്കുന്നു, അവർ സിനിമകളിൽ അഭിനയിക്കുന്നു. അവരിവിടെ ഒരുപാട് കാര്യങ്ങളുടെ പ്രചാരകരായി മാറുന്നു, ഒരുപാട് പരിപാടികളുടെ അംബാസഡർമാരായി മാറുന്നു. ഇവിടെ വലിയ നടിമാരും നടന്മാരും ജീവിതത്തിൽ കുടുംബ ബന്ധം ഉപേക്ഷിച്ചിട്ടും അവരുടെ സാമൂഹിക ജീവിതത്തിനൊരു പ്രശ്നവുമില്ലല്ലോ. ഇവിടെ പല ആളുകൾക്കും കുടുംബജീവിതമില്ലല്ലോ, അവരുടെ സാമൂഹിക ജീവിതത്തിനൊരു തകരാറുമില്ലല്ലോ. എന്തിനാണ് ഈ കുടുംബജീവിതം? ഇതൊന്നും വേണ്ട, ഇതൊരു ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു ന്യൂജൻ സംസ്കാരം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നടന്നാൽ പോരെ, താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ പോരെ, വിഷയത്തിന് ശമനമുണ്ടായാൽ പോരെ. എന്തിനാണ് കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ദം? എന്തിനാണ് കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ദം? ആണുങ്ങൾ മാത്രമല്ല ഇത് പറയുമ്പോ പുരുഷവർഗത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട. സ്ത്രീവർഗവും വിഭിന്നമല്ല. എൻ്റെ പ്രിയപ്പെട്ട 18കാരി, 19കാരി, കോളേജ് കുമാരി, ടെക്നിക്കലായി പഠിച്ച പെൺകുട്ടി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ, ഒരുപക്ഷെ ഈ സദസ്സിൽ വന്നിരിക്കുന്നവർ അവരിൽപ്പെട്ടവരുണ്ടാവുകയില്ല. പക്ഷെ നിങ്ങളുടെ പരിചയങ്ങളിൽ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം, സമൂഹത്തിൽ ഉണ്ടാകാം. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടിയത് എറണാകുളം ജില്ലയുടെ മട്ടുപ്പാവിലാണ്. കേരളത്തിൽ ഏറ്റവും അധികം വികസനം കൈയാളുന്ന എറണാകുളം ജില്ലയിലാണ് ഇത്തരം ചിന്തകൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അത് പാടില്ല, പിന്നെയും പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിൽ, അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ് നമ്മളെങ്കിൽ മറ്റതെല്ലാം 2ാം കാര്യമാണ്, അല്ലെങ്കിൽ 3ാം കാര്യമാണ്, അതല്ലെങ്കിൽ 100ാം കാര്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് എന്നതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ശ്രീരാധാകൃഷ്ണൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനിൽപ്പെട്ട ഒരാൾ ശ്രീരാധാകൃഷ്ണൻ
10-70 വയസ്സുള്ള ആളാണല്ലോ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും അതുപോലെ 10-65 വയസ്സുള്ള ആളായിരിക്കും. ശ്രീരാധാകൃഷ്ണൻ പറയുന്നു, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോ, അദ്ദേഹത്തിന്റെ വാചകമാണ്, എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോ അരിത്രത്തോളം ഗുരുതരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ അടുക്കൽ വന്ന് ഈ ആവശ്യം ഉന്നയിച്ചപ്പോ അതിത്ര ഗുരുതരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ മകളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ പിതാവിന് വല്ലാത്തൊരാഗ്രഹം ഒരു പേരക്കുട്ടി ഉണ്ടാകാൻ, അതുകൊണ്ട് ആ കാര്യത്തിൽ നീ സഹകരിക്കണമെന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ മകളോട് സംസാരിക്കുവാൻ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തപ്പെട്ടതുകൊണ്ട് ആ കാര്യം ആ മകളോട് പറയുമ്പോൾ ആ മകൾ എന്നോട് പ്രതികരിക്കുകയാണ്, അലാറം കൊടുക്കാതെ കരയുകയും ഞങ്ങൾ ആഗ്രഹിക്കാതെ ഞങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് മൂത്രമൊഴിച്ച് ഞങ്ങളുടെ ബെഡ്ഷീറ്റ് നനയ്ക്കുകയും ഞങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സന്താനം വേണ്ട എന്ന തീരുമാനം എൻ്റേത് മാത്രമല്ല, ഞാനും എൻ്റെ ഭർത്താവും ഏകകമായി കൂടിയ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച പിന്നീട് മാറ്റാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെയുള്ള ഒരു തീരുമാനമാണ്, അതിൽ മാറ്റമില്ല എന്ന് ആ പെൺകുട്ടി കർക്കശമായി പറഞ്ഞപ്പോഴാണ് വളർന്നു വരുന്ന ന്യൂ ജനറേഷനെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്ന് കേരളത്തിന്റെ അറിയപ്പെട്ട സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, പൊന്നു സഹോദരിമാരെ, നിങ്ങളുടെ മാതൃത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ചിന്തകൾ? എവിടെയാണ് അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ മാതൃഹൃദയം? എവിടെയാണ് സ്നേഹമസൃണമായ പ്രകൃതി? എവിടെയാണ് ദയാവായ്പിൻ്റെ അല്ലാഹു നൽകിയ മഹത്തരമായ സ്ത്രീകളിൽ മാത്രമായി അല്ലാഹു നൽകിയ ഒരു വേള പുരുഷവർഗത്തിൽ പോലും അല്ലാഹു നൽകാത്ത സ്ത്രീകൾക്ക് മാത്രമായി അല്ലാഹു നൽകിയ സ്നേഹത്തിൻ്റെ, ദയാവായ്പിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരുപാട് അനുഭൂതികളുടെ പകർച്ചക്കുള്ള അവരുടെ ജൈവഭാഷാത്രപരമായ സവിശേഷതയുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ലോകൈക പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഹേ പുരുഷവർഗമേ, അക്കാണുന്ന പടമുകൾ മുസ്ലിം ജമാഅത്ത് പോലുള്ള 1000 പള്ളികളെ കൊണ്ട് നിനക്ക് നേടാൻ സാധിക്കാത്തത് എൻ്റെയും നിങ്ങളുടെയും ഭാര്യമാരാകുന്ന, സഹോദരിമാരാകുന്ന, മാതാക്കളാകുന്ന ആ സ്ത്രീവർഗത്തിന്റെ ഒരേ ഒരു പള്ള കൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. 1000 പള്ളികളെ കൊണ്ട് നേടാൻ കഴിയാത്തത് ഒരേ ഒരു പള്ള കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ആദർശമേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് കുടുംബജീവിതം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം. അത് തള്ളിക്കളയാൻ പാടില്ല. നായികാനായകന്മാരൊക്കെ ബന്ധം വേർപെടുത്തട്ടെ, അവരൊറ്റക്കൊക്കെ ജീവിക്കട്ടെ, തലയെടുപ്പോടെ ജീവിക്കട്ടെ. ഫെമിനിസ്റ്റുകളൊക്കെ ഒരുപാടുള്ള കാലമാണ്. ആണുങ്ങളുടെ ആശ്രിതത്വത്തിലൊന്നും കഴിയാൻ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. ഇന്ന് ധാരാളം ആളുകൾ, പെൺകുട്ടികൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. 2 വീലറുകളിലും 4 വീലറുകളിലുമൊക്കെ നമ്മുടെ പെൺകിടാങ്ങൾ, നമ്മുടെ ആളുകൾ, സഹോദരിമാർ ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്നത് കാണാം. ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. അങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്ന സഹോദരിമാർ, അവിടെ മതനിയമം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു സിനിമാ നടിയെ പരസ്യമായി ആക്രമിക്കപ്പെട്ടപ്പോ, നമ്മുടെ നാഷണൽ ഹൈവേയിൽ പരസ്യമായി ആക്രമിക്കപ്പെട്ടപ്പോ, ഇവിടെ നടികർ സംഘത്തിന്റെ സംഘടന എറണാകുളത്ത് യോഗം കൂടി. അമ്മ എന്നാണ് ആ സംഘടനയുടെ പേര്. ആ യോഗം കൂടിയിട്ട് ആ സംഘടനയുടെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? അവരെല്ലാവരും കൂടിയെടുത്ത തീരുമാനം, സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ നായികമാർ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ, അവർ വീട്ടിലേക്ക് പോകുമ്പോൾ, അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റക്ക് വിടാൻ മേല, അവരോടൊപ്പം സുരക്ഷിതത്വത്തിന് രക്തബന്ധമുള്ള ആളുകൾ കൂടെ ഉണ്ടാകണം. ആരുടെ തീരുമാനമാ? അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനമല്ല, ഖുർആനിന്റെ തീരുമാനമല്ല, കേരളത്തിന്റെ നടികർ സംഘത്തിന്റെ അപ്പോസ്തല സംഘടനയായ അമ്മയുടെ തീരുമാനം. ഇതാര് പറഞ്ഞതാ? ഇത് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോ ഒന്നിരിക്കൽ പിതാവിനോടൊപ്പമാകണം, അതല്ലെങ്കിൽ സഹോദരനോടൊപ്പമാകണം, അതല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പമാകണം, അതല്ലെങ്കിൽ മകനോടൊപ്പമാകണം.
ഇത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതല്ലേ? അതല്ലെങ്കിൽ സുരക്ഷിതത്വം പ്രദാനിക്കുന്ന ഒരു സംഘം പെണ്ണുങ്ങളോടൊപ്പമാകണം. അത് അല്ലാഹുവിന്റെ ദീനാണ്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചാലും കൊള്ളാം, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചാലും കൊള്ളാം, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിലും കൊള്ളാം. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം യുവനവ ചൈതന്യമേ, മുസ്ലിം യുവനവ ചൈതന്യമേ, ലോകത്തിന്റെ തള്ളലുകൾക്കനുസരിച്ച്, ലോകത്തിന്റെ ഒടുക്കുകൾക്കനുസരിച്ച് അല്ലാഹുവിന്റെ ദീൻ വിട്ട് കളിക്കാൻ നമ്മൾ മെനക്കെടണ്ട. ലോകമെന്ന് തിരുത്തി ചിന്തിക്കുന്നുവോ, ലോകമെന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് ശരിയിലേക്ക് കടന്നു വരുന്നുവോ, ആ ശരി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമായിരിക്കും. അമ്മ ഇത് പറഞ്ഞത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു പെൺകുട്ടി അവൾ ഒറ്റക്ക് സഞ്ചരിക്കുവാൻ പാടില്ല. കാരണം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കായബലം അത് പുരുഷനോളമില്ല, അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധിബലം അത് പുരുഷനോളമില്ല, അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവയവങ്ങളുടെ ആ കരുത്ത് അത് പുരുഷനോളമില്ല, അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന തൻ്റെ ഇടം അത് പുരുഷനോളമില്ല. അവൾ ദുർബലയാക ശരീരപ്രകൃതിയുള്ളവളാണ്. സൃഷ്ടിച്ചവനാകെ റബ്ബിന്റെ വാക്കാണ്. വാപ്പയുടെ വാക്കല്ല, ഉമ്മയുടെ വാക്കല്ല, സഹോദരന്റെ വാക്കല്ല, സഹോദരിയുടെ വാക്കല്ല, മതപുരോഹിതന്റെ വാക്കല്ല, പാണക്കാട് തങ്ങളുടെ വാക്കല്ല, അല്ലാഹുവിന്റെ വാക്കാണ്. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹ് പറയുന്നു, അതുകൊണ്ട് പെണ്ണ് ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. സഞ്ചരിക്കുമ്പോൾ ഒന്നിരിക്കൽ സംരക്ഷണത്തിന് പിതാവ് വേണം, അതല്ലെങ്കിൽ സഹോദരൻ വേണം, അതല്ലെങ്കിൽ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ മകൻ വേണം, അല്ലെങ്കിൽ സുരക്ഷിതത്വം പ്രദാനിക്കുന്ന ഒരു സംഘം പെണ്ണുങ്ങളോടൊപ്പമാകണം. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നാൽ അതുപോലെ തന്നെ ചേർത്ത് പറയട്ടെ, കുടുംബജീവിതത്തിന്റെ ഭാഗമായി മാറണം. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വരും, മനുഷ്യനല്ലാതെയായി മാറും. ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ വൈകാരികമായ വലിയ തള്ളിച്ചകലുണ്ടാകും, ദേഷ്യം അധികരിക്കും, എല്ലാവരോടും എതിർപ്പാകും, എല്ലാവരോടും ദേഷ്യമാകും, എല്ലാവരോടും വെറുപ്പാകും. ഒരു സാമൂഹിക ജീവിതം നയിക്കുവാൻ പ്രയാസമാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നതും. തീരുമാനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടതകളൊക്കെ കടന്നു വരാനുള്ള കാരണം ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സാമൂഹിക ജീവിയായി വളർന്നു വരണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മന്നകഹലില്ലാ വഅൻകഹലില്ലാ ഇസ്തഹഖ വിലായത്തല്ലാ. മന്നകഹലില്ലാ വഅൻകഹലില്ലാ ഇസ്തഹഖ വിലായത്തല്ലാ. ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് മക്കളുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അതെല്ലാം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്, പടച്ചവൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞാനിതാ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, ഞാനിതാ കുടുംബജീവിതം തുടരുന്നു, ഞാൻ നിക്കാഹ് ബന്ധം വേർപെടുത്തുന്നില്ല എന്നേതെങ്കിലും ഒരു പുരുഷൻ ചിന്തിച്ചാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ചിന്തിച്ചാൽ, ഏതെങ്കിലും ഒരു പിതാവ് തന്റെ പെൺകുട്ടിയെ ആ നിയ്യത്തിലായി കെട്ടിച്ചു വിട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്തഹഖ വിലായത്തല്ലാ. ആ ഒരൊറ്റ പ്രവർത്തനത്തിന്റെ കാരണമായി അല്ലാഹു തആല അവന് വിലായത്തിന്റെ പദവി നൽകാൻ സാധ്യതയുണ്ട് എന്ന് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്. ചെറിയ കാര്യമല്ല അത്, ഇതൊരു ചെറിയ വിഷയമല്ല. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കലാണ് പ്രധാനം. പ്രത്യേകിച്ച് എൻ്റെ വളർന്നു വരുന്ന യുവതലമുറ, നമ്മുടെ മക്കളോടൊക്കെ അത് പറയണം. ചെറുപ്പക്കാരായ മക്കൾ വഴിതെറ്റി പോകുന്നു എന്ന് വന്നാൽ എൻ്റെ രക്ഷിതാക്കളോട് പറയാൻ, ചെറുപ്പക്കാരായ മക്കൾ വഴിതെറ്റി പോകുന്നു എന്ന് വന്നാൽ അവർക്ക് ഉടനെ നിക്കാഹ ബന്ധം ആലോചിക്കണം. എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? പ്രായപൂർത്തരായ പെൺകുട്ടികൾ അവർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ അവർക്ക് ഉടനെ നിക്കാഹ് നടത്തി കൊടുക്കണം. ഇവിടെ ചില ആളുകൾക്ക് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസമാണ്. എറണാകുളം പട്ടണത്തിന്റെ നടുക്ക് നിൽക്കുമ്പോ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില മക്കളെ പഠിപ്പിച്ചു വരിക പത്രാസ് ഉണ്ടാക്കാനുള്ള പണിയാണ്. IAS എടുപ്പിക്കണം, IPS എടുപ്പിക്കണം, എഞ്ചിനീയർമാരാക്കണം, വരിക ടെക്നോളജിസ്റ്റ് ആക്കണം, വരിക സയന്റിസ്റ്റ് ആക്കണം, കൽപ്പന ചൗളക പോലെ ബഹിരാകാശത്തേക്ക് പറഞ്ഞേക്കണം. വയസ്സ് 20 21 25 27 എന്നിട്ടും പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തയക്കാൻ ആ പിതാവ് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. എന്തൊരു പിതാവാണത്! ആ മകൾ അവളുടെ തോന്നിയാസം പോലെ ജീവിക്കുന്നു. എല്ലാത്തിനും കുടപിടിക്കുന്ന മാതാപിതാക്കൾ. അങ്ങനെ ഒരു മാതാപിതാക്കളായി നമ്മൾ മാറണോ?
അങ്ങനെ മാതാപിതാക്കളാಗಿ നമ്മൾ മാറണോ? മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സഹജമായി നൽകിയ വൈകാരിക തലങ്ങൾ അത് മാന്യമായി നിർവഹിക്കുവാൻ നൽകപ്പെട്ട സംവിധാനം കൂടെയാണ് നിക്കാഹ്. ആ നിക്കാഹിനുള്ള അവസരമുണ്ടാകണം. ഇവിടെ ഡൽഹി മാനഭംഗമുണ്ടായപ്പോ നിർഭയ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചത് 15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 16-കാരൻ അവനാണ് ഉപദ്രവിച്ചത്. ഏറ്റവും ഭയങ്കരമായി ഉപദ്രവിച്ചത് 16-കാരനാണ്. അവന് നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ച് 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കുവാനുള്ള വകുപ്പില്ല. അവനാണ്ട് വണ്ടിയുടെ ലിവർ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ അന്തരാളങ്ങളിലേക്ക് കുത്തിക്കയറ്റിയത്. അവന്റെ മർദ്ദനം കൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. കോടതി അത് പ്രത്യേകം കമന്റ് ചെയ്തിട്ടുണ്ട്. അവനാണ് ക്രൂരമായി മർദ്ദിച്ചത്. പക്ഷെ 3 വർഷത്തിന് ശേഷം ആ കുട്ടി പുറത്തു വന്നു. ഇത്ര ഭീകരമായ മർദ്ദനമുണ്ടായപ്പോ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി, എല്ലാ സംസ്ഥാനത്തിന്റെയും ആഭ്യന്തര സെക്രട്ടറിമാരാകുന്ന അപ്പോസ്തലന്മാരെ, IAS-കാരെ, സുശീൽ കുമാർ ഷിൻഡെ എന്ന് പറയുന്ന അന്നത്തെ ആഭ്യന്തര മന്ത്രി ഡൽഹിയിൽ വിളിച്ചുകൂട്ടിയിട്ട് ഒരു സമ്മേളനം സംഘടിപ്പിച്ച് അവരോട് പറഞ്ഞു, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ പ്രായം 18-ൽ നിന്നും ഒരുപാട് താഴേക്ക് വന്നിരിക്കുന്നു. 15-കാരനും 16-കാരനും മാരകമായി കൊലപാതകം നടത്താനും ബലാത്സംഗം ചെയ്യാനും മടി കാണിക്കാത്തവരായി മാറുന്നു. അതുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ 18 വയസ്സ് എന്ന് പറയുന്ന ആ സീമ, ആ മാനദണ്ഡം നമ്മൾ ചുരുക്കുകയാണ്. 16-ലേക്കോ 17-ലേക്കോ ചുരുക്കണമെന്ന് ചിന്തിക്കുന്നു. എന്താണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സെക്രട്ടറിമാരുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ IAS അപ്പോസ്തലന്മാരും ഒരു കോറസായി പറഞ്ഞു, അങ്ങനെ വേണം, ഞങ്ങളുടെ അഭിപ്രായവും അതാണ് എന്ന്. ആരാത് നേരത്തെ പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്താ? ഒരാൾ